ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവിൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് അറിയണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണം എന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാം. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ മെസ്സേജ്. കീ ആണ് സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ്. ഇപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എന്ത് കാര്യത്തിനാണോ, എന്താണോ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എന്ത് പ്രശ്നത്തിനാണോ നിങ്ങൾ വിഷമിച്ചിരുന്നത്, ആ ഒരു കാര്യത്തിന് വിജയിക്കുന്നു എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നത് എന്നാണ് കാണുന്നത്. മാർച്ച് മന്ത് വന്നിട്ടുണ്ട്, പിന്നെ സൺഗാഡ് വന്നിട്ടുണ്ട്, ഹിൽസ്, വിഷ്ബോൺ, ഡയമണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ഫെയർമാൻ, ടെൻറ്റ്, ഓൾഡർമാൻ, ടുലിപ്പ്, ആറാം, പിന്നെ ഫെദർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം വന്നത് കീ ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്തോ ഒരു കാര്യത്തിൻ്റെ കീ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളത് മറന്നു പോയെന്നോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യും, എങ്ങനെ തുടങ്ങും. അപ്പോൾ നമുക്കറിയാമല്ലോ, അതിനൊരു കീ കിട്ടിയാൽ നിങ്ങൾക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കീ, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വിഷമിച്ചിരുന്നത്, അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു കീ നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ളൊരു കീ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ മാർച്ച് മന്ത് സൺ കാർഡും വന്നിട്ടുണ്ട്. ഫെർട്ടിലിറ്റി, പോസിറ്റീവ് മൂവ്മെൻറ്റ്, യൂണിവേഴ്സ്. ഇന്നേ ദിവസം അടിപൊളി മെസ്സേജാണ് നിങ്ങൾക്കുള്ളത്. സൺ കാർഡ് വന്നിട്ടുണ്ട്. ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ആണ്. ഇന്നേ ദിവസം വളരെ നല്ലതാണ്. നിങ്ങൾ സുഖവും സൗഖ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇന്നിപ്പോൾ ഒക്ടോബർ 1 ആണ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുത്തേക്കാം. ഇനി ഇങ്ങനെയാണ് എൻ്റെ ജീവിതം പോകുന്നത്, ഇനി ഇങ്ങനെ പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലാണ്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരും നിങ്ങൾക്ക് വളരെ സ്നേഹവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ദിവസമാണെന്ന്. പിന്നെ ഹിൽസാണ്, ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം. ഇപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊന്ന് ഓവർകം ചെയ്യേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അറിയാമല്ലോ, ചില തടസ്സങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടാകാം. പക്ഷേ അതിനും ഒരു കീ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു കീയും നിങ്ങളുടെ കയ്യിൽ തന്നെ ഇന്നേ ദിവസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട എന്നുള്ളതാണ്. വിഷ്ബോൺ ആണ്. എ വിഷ് ഈസ് ഗ്രാൻഡഡ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഏതോ ഒരാഗ്രഹം അത് ദൈവം അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുന്നതായിരിക്കാം, ഒരു വീട് വയ്ക്കുന്നതായിരിക്കാം, നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നതായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ആണ്. യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. അപ്പം നിങ്ങൾക്ക് ആരോ ഒരാൾ നിങ്ങളെ ശരിക്കും നിങ്ങൾക്കൊരു നല്ല ഗിഫ്റ്റ് തരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന് നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കാം. ചിലപ്പോൾ കൊടുക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഒരു അറിയിപ്പില്ലാതെ ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു ഗിഫ്റ്റ് അയച്ചു തരുന്നത് നിങ്ങൾ കാണുമായിരിക്കാം. ചില ആൾക്കാർക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ
ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളതിൽ ശരിക്കും ഒരു സർപ്രൈസ് ആകാം ഇന്നേ ദിവസം നിങ്ങൾക്ക്. പിന്നെ ഫെയർമാനാണ്, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ബ്ലോൺ ഗ്രേ ഓർ വൈറ്റ് ഹെയർ. അപ്പോൾ കുറച്ച് ഗ്രേ ഹെയർ ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്ലോണ്ട് ഉള്ള ഒരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡീലിങ്സ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകാമെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ പുതിയതായിട്ട് നിങ്ങളുടെ ഓഫീസിൽ ചാർജ് എടുത്ത ഒരാളായിരിക്കാം, നിങ്ങളുടെ ഒരു പുതിയ സുഹൃത്തായിരിക്കാം. അങ്ങനെ ഒരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വരുമെന്ന് കാണുന്നുണ്ട്. ടെൻ്റാണ്, ടെമ്പററി സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇപ്പോൾ ഹിൽസ് വന്നല്ലോ, നിങ്ങൾക്ക് ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, ഓവർകം ചെയ്യേണ്ട കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ടെമ്പററി ആണെന്നും പറയുന്നുണ്ട്. അതിന് കീയും ഉണ്ട് നമ്മളതിൽ. അപ്പോൾ ഇത് ടെൻ്റ് അറിയാമല്ലോ, പെട്ടെന്ന് അഴിച്ച് മാറ്റാൻ പറ്റും നമുക്ക്. അത് എവിടെ വേണോ കൊണ്ടുവയ്ക്കാൻ പറ്റും, എവിടെ നിന്ന് വേണോ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറയുമ്പോൾ. അത് ടെമ്പററി ആണ്, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട. എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ, ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പേപ്പർ കിട്ടാതെ ഒരു തടസ്സമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, അയ്യോ ഇതൊന്നും ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് ശരിക്കും ടെമ്പററി ആണ്. അത് അപ്പം തന്നെ മാറിപ്പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് തന്നെ മാറിപ്പോകുന്നൊരു തടസ്സം മാത്രമാണ് അത് നിങ്ങൾക്കുള്ളത്. നിലനിൽക്കുന്നൊരു തടസ്സമല്ല നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നതെന്നാണ്. ഓൾഡർ മാനാണ്, ഡീലിങ്സ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് എ ഓൾഡർ മാൻ വന്നിട്ടുണ്ട്. ഒരു കുറച്ച് പ്രായമുള്ള ഒരാളുമായിട്ടൊരു ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഗുരു ആകാം. നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളൊരു ഗുരുവിനെ തേടി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സിന്, ഒരു ഹീലിംഗ്, എന്തെങ്കിലും ഒരു എനർജി ഹീലിംഗ് പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ആളുമായിട്ട് വളരെ ശരിക്കും വളരെ ചൈതന്യമുള്ള, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുമായിട്ട് ഒരു ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ചിലപ്പോൾ വഴി കാട്ടാനുള്ള ഒരാളായിരിക്കാം. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എങ്ങനെ പോകണം എന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുമായിട്ടൊരു ബന്ധമുണ്ടാകാം എന്ന് കാണുന്നുണ്ട്. തുലിപ്പാണ്, ഗ്രേറ്റ് പാഷൻ. ഇതിൽ ഫെർട്ടിലിറ്റി വന്നിട്ടുണ്ട്. ഇതും പാഷനാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം, അതിനുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളത്തേക്ക് തേടി വരും എന്നാണ്. ചിലപ്പോൾ അത് ഇതിൽ പോസിറ്റീവ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇത് യൂണിവേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ട്രാവൽ കാർഡുകൾ കൂടിയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അറിയിപ്പ്, അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം. പലതവണയും അത് ഫെയിലായി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളപ്പോൾ അതായിരിക്കും നിങ്ങൾ പാഷൻ. നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ സെറ്റിലാകണം എന്നായിരിക്കും. ചിലപ്പം അവിടെ ജോലി ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ട്രാവൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ട്രാവൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് വല്ലയിടത്തും പോകേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ആ ഒരു പാഷൻ, നിങ്ങളുടെ ഇത് ഹാർട്ട് ചക്ര ഹീലാകുന്നു എന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾ പാസ്റ്റിലുണ്ടായ ആ മുറിവുകളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തു. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വന്നപ്പോൾ, പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിലുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഹീൽ ചെയ്യാത്ത ആൾക്കാർ അത് ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണം. പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും എന്നും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്റ്റിലുള്ള ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്മകളൊന്നും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ എനർജിയുമായി ചേരുന്ന വേറൊരു വ്യക്തി നമ്മളിലേക്ക് വരാൻ പോണില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് ഹീൽ ചെയ്യുക, ആ വ്യക്തിയോട് മാപ്പ് കൊടുത്ത് അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ റാമാണ്, എ സ്റ്റബേൺ അഗ്രസീവ് പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ അത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരു സ്റ്റബേൺ ആയിട്ടുള്ള, പെട്ടെന്ന് ശരിക്കും ദേഷ്യം വരുന്ന, മാറാൻ ഒട്ടും താല്പര്യമില്ലാത്ത, ഞാൻ പറയുന്നതൊക്കെ മറ്റുള്ളവർ കേൾക്കണം, മറ്റുള്ളവർ ആര് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ഏതെങ്കിലും മനുഷ്യർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പം
അത് വീണ്ടും അത് തന്നെ ആ ഒരു സെയിം മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട്. ആൻ ആരഗന്റ് ബോസ്ഫുൾ പേഴ്സൺ യു ഷുഡ് നോട്ട് ക്രോസ്. അപ്പോൾ അതിൽ ചിലപ്പം ഇത് കുറച്ച് ആൾക്കാർക്ക് ഇത് വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും തന്നെ ആയിരിക്കാം. ചിലർ നമ്മളിപ്പോൾ എങ്ങനെ നമ്മളുടെ ആ ഒരു സാഹചര്യമൊന്നും ആരും മനസ്സിലാക്കില്ല, ഇമോഷൻസ് മനസ്സിലാക്കില്ല, നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ വിട്ടേക്കുക എന്നുള്ളതാണ്. അവരങ്ങനെയാണ്, അവരെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും വിഷമം വരുന്നത്. അവർ മാറുകയില്ല, മറ്റുള്ളവർക്ക് സമാധാനം കിട്ടുകയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ആ വ്യക്തി അങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ അവർക്ക് അത് അവരുടെ കർമ്മം അനുഭവിക്കാൻ വന്നവർ അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ വന്നവരാണ്, അത് അവരങ്ങനെ ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. മാക്സിമം അങ്ങനെ ശ്രമിക്കുക. ഇത് രണ്ട് മെസ്സേജും ഒരുപോലെ തന്നെയാണ് വന്നത്. നിങ്ങൾക്കൊരിക്കലും ആ ആളിനെ മാറ്റാനോ മറിക്കാനോ പറ്റില്ല. അങ്ങനെ പറ്റുമെന്നുള്ളൊരു പ്രത്യാശ ഉണ്ടെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് ആ വ്യക്തി എന്താണോ ആ ഒരാൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പെയിൻ തോന്നില്ല. അയ്യോ ഇവരെങ്ങ് മാറിയിരുന്നെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷകളില്ലെങ്കിൽ നമുക്ക് പെയിൻ ഇല്ല എന്നുള്ളതാണ്. ഈ വ്യക്തി എന്തെങ്കിലും മാറി ശരിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പം വീണ്ടും വീണ്ടും ആ വ്യക്തി സെയിം സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അയ്യോ എന്നാലും മാറിയില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഈ വ്യക്തി ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഈ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ, നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അപ്പോൾ ആ പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിലുള്ള സന്തോഷം കണ്ടെത്തുക. മറ്റുള്ളവർ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ആ വ്യക്തി അങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെയിൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ വീട്ടിലുള്ളതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബോസായിരിക്കാം, ചിലപ്പോൾ കുട്ടികളായിരിക്കാം. നമ്മളുടെ കുട്ടികളും അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ കുറച്ച് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത, അപ്പോൾ അവർ പ്രാർത്ഥിക്കുക. അവരങ്ങനെ നമ്മൾ ദേഷ്യം വന്നിട്ടും കരഞ്ഞിട്ടും ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അവരെ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. അവർക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിയിട്ട് ബ്ലെസ് ചെയ്ത് കൊടുക്കുക. അവരെ ഒരുപാട് മാറ്റാൻ അങ്ങ് ശ്രമിക്കാതിരിക്കുക. നമ്മളെ അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള എന്ത് പോയിൻ്റാണുള്ളത് അത് മാത്രം നമ്മൾ ചെയ്യുക. കുട്ടികളാണെങ്കിൽ മാത്രം നമ്മളെ കുറച്ച് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ചും കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ അവരെ മാറ്റാനൊന്നും പറ്റില്ല. അത് കുട്ടികളാണെങ്കിലും പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. പെയിൻഫുള്ളാണ്, പക്ഷെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറേയധികം ആൾക്കാരുണ്ട്. കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. പ്രാർത്ഥിക്കുക. യൂണിവേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് ഉണ്ട്, ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യും. അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ അത് പിന്നെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കുറേ കാലം കൊണ്ട് ഈ എന്തൊക്കെയോ കാര്യങ്ങൾ ചേഞ്ച് ആകണില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അത് ചേഞ്ച് ആകുന്നുണ്ടെന്നാണ്. ചേഞ്ചിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഗൈഡുണ്ട്. അത് വിശ്വസിക്കുക. എത്ര വലിയ പ്രയാസവും അവിടെ തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മളുടെ എല്ലാ വേദനകളും നമുക്ക് അവിടെ പറയാൻ പറ്റും. അപ്പോൾ അവർക്ക് നമ്മൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ തരണം എന്നില്ല. നമ്മൾ എന്താണോ അർഹിക്കുന്നത് അത് നമുക്ക് തരും. നമുക്ക് അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ തന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, അത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരുന്നില്ല നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത് തരാത്തത്. അതിൽ സംതൃപ്തിപ്പെടാൻ ശ്രമിക്കുക. മാറ്റങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ മാറണം. കുറച്ച് നമ്മൾ മറ്റുള്ളവരെ മാറാൻ ശ്രമിക്കാതെ നമ്മൾ ഒന്ന് മാറിയാൽ നമ്മളുടെ ജീവിതം നമുക്ക് ഒരുവിധമൊക്കെ സുന്ദരമായിട്ട് സമാധാനമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഇന്നത്തെ മെസ്സേജ്, ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു ഉപയോഗം ഉണ്ടായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.